അൽഹംദുലില്ലാ, ഈ ഒരു കാഴ്ച കണ്ട നിങ്ങൾ, എന്റെ പൊന്നുമോൻ അല്ല നിങ്ങളുടെ പൊന്നുമോൻ അനീസുമോന്റെ ഈ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഈ കാഴ്ച ഞാൻ ഇന്നലെ മുതൽ ഒരുപാട് തവണ ആ വീഡിയോ ആവർത്തിച്ച് ഈ ദൃശ്യങ്ങൾ ഞാൻ കണ്ടു. മനസ്സ് വല്ലാതെ സന്തോഷിക്കുകയാണ്. ഇത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ദിവസങ്ങളോളം ഇഞ്ചക്ഷനുകളും സർജറികളും വേദനയുടെ മേൽ വേദന സഹിച്ച പൊന്നുമോൻ, ഉപ്പ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ, എന്റെ ഇക്കാക്കമാരെ കൂടെ കളിക്കണം, എനിക്ക് ചിരിക്കണം, എനിക്ക് സന്തോഷിക്കണം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഇഞ്ചക്ഷനുകളുടെ ഇത് താങ്ങാൻ ആകുന്നില്ല ഉപ്പ എന്ന് പറയുമ്പോ നിസ്സഹായനായി പകച്ചു നിന്ന് ഞാൻ ദിവസങ്ങളോളം ആ പൊന്നുമോന്റെ കണ്ണീര് നേരിട്ട് കണ്ടവനാണ് ഞാൻ. പൊന്നുമോനോട് ഒരു മറുപടി പോലും എനിക്ക് നൽകാൻ സാധിക്കാത്ത ദിവസങ്ങൾ. അവസാനം ഡോക്ടർമാർ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത മാസം നിങ്ങൾ വന്നാൽ മതി, നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് എന്റെ മകന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോ ആ മകന്റെ മുഖത്തുണ്ടായ പുഞ്ചിരി, സന്തോഷം, സത്യത്തിൽ അവന് രോഗത്തിൽ നിന്ന് മുക്തി നേടിയതല്ല, പക്ഷേ അവന്റെ വേദനകളൊക്കെ മറന്നുപോയതാണ്. തന്റെ ഉമ്മയെ കാണാൻ വേണ്ടി, തന്റെ ഇക്കാക്കന്മാരെ കൂടെ കളിക്കാൻ വേണ്ടി ദിവസങ്ങളോളം കാത്തിരുന്ന പൊന്നുമോൻകാർ അവസരം കിട്ടുമ്പോ തന്റെ എല്ലാ വേദനകളും മറന്നിട്ട് പൊന്നുമോൻ നാട്ടിലേക്ക് വരുമ്പോ എയർപോർട്ടിൽ വെച്ച് അവൻ കളിക്കുന്ന ഈ രംഗങ്ങൾ കണ്ടപ്പോ വലിയ സന്തോഷം മനസ്സിൽ തോന്നി. ഇതിനൊക്കെ നിമിത്തങ്ങളായ കാരുണ്യ ലോകമേ, നിങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ആരൊക്കെ എന്റെ പൊന്നുമോന്റെ ഈ പുഞ്ചിരി കാണാൻ ആഗ്രഹിച്ചോ, ഈ പൊന്നുമോൻ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആരൊക്കെ എന്റെ പൊന്നുമോനെ സഹായിച്ചോ, നാഥനായ റബ്ബേ, എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ജാഉപ്പ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് നിലവിളിച്ചു പറഞ്ഞ ദിവസങ്ങളിൽ പകച്ചു നിന്ന് എന്റെ മുമ്പിൽ നാഥനായ റബ്ബേ ഒരവസരം തന്ന റബ്ബേ, പൂർണമായ ശിഫ നൽകി എന്റെ പൊന്നുമോനെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ.